Hey guys, welcome back to another episode of Creativity. Friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകും ഞാൻ ഒരു ഡിജിറ്റൽ ആർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 5 സ്റ്റെപ്സ് ഏതൊക്കെയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കും. സോ ഇനി താമസിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഔട്ട്ലൈൻസ് ആണ്. സോ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ സാധാരണ ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ ഒരു റഫ് സ്കെച്ച് ആയിരിക്കും ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളെന്ത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈൻസ് മാത്രമാണ് ഈ ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ല നമ്മളിപ്പോൾ ഒരു കാരിക്കേച്ചർ ചെയ്യുകയാണ്, ഒരു കാർട്ടൂൺ ഫിഗർ ചെയ്യുകയാണ്. സോ ആ സമയത്തൊക്കെ നമ്മുടെ ഔട്ട്ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ടൈം ഇട്ടിട്ട് നല്ല ലൈൻ ആർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് കളർ ആഡ് ചെയ്യലാണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ കുറച്ച് പാർട്ടായിട്ട് തിരിക്കുക. അതായത് ഹെയറിനൊരു കളറ്, ഫേസിനൊരു കളറ്, പിന്നെ ഡ്രസ്സിനൊരു കളറ്, ബാക്ക്ഗ്രൗണ്ടിനൊരു കളറ്, അങ്ങനെ പല ലെയറുകളിലായിട്ട് ഈ ബേസ് കളേഴ്സ് ഫിൽ ചെയ്യുക. എങ്കിലേ നമുക്ക് ഈസി ആയിരിക്കും. കാരണം അടുത്തൊരു ഷെയ്ഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഓരോ ലെയറിനും പ്രത്യേകം ഷെയ്ഡ്സ് ആഡ് ചെയ്ത് കളർ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ക്ലിപ്പിംഗ് മാസ്കിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഡ്സും പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്യലാണ്. അതായത് ഇപ്പോൾ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡുള്ളതും കാണും, ലൈറ്റ് ഷെയ്ഡുള്ളതും കാണും, പിന്നെ പിങ്ക് ഷെയ്ഡ്സ് വരുന്നിടം കാണും, പിന്നെ യെല്ലോ ഷെയ്ഡ്സ് വരുന്നിടം കാണും. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു കളേഴ്സ് അങ്ങ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതായത് അതിൻ്റെ അടുത്തപ്പോഴാണ് നമ്മൾ ബ്ലെൻഡിങ് ചെയ്യുന്നത്. സോ ബ്ലെൻഡിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഷും നമ്മുടെ ഐ ഡ്രോപ്പർ ടൂൾ ഒരേ സമയം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് കളേഴ്സ് വരുന്നതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് പിക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഒരു എയർ ബ്രഷോ സോഫ്റ്റ് റൗണ്ട് ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്തെടുക്കും. സോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്മഡ്ജ് ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽസിനെ ബ്ലെൻഡ് ചെയ്തെടുക്കലാണ് സ്മഡ്ജ് ടൂളിൻ്റെ പണി. സോ അത് നല്ല സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. പിന്നെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് കുറവാണെങ്കിൽ ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രഷ് ടൂളിൻ്റെ ഇടയിൽ തന്നെ മിക്സർ ബ്രഷ് ടൂൾ എന്ന് പറയുന്നൊരു ബ്രഷ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തതും ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയുള്ള പ്രോസസ്സാണ്. അതായത് ഈ ഒരു സ്റ്റെപ്പിലാണ് ഞാൻ എൻ്റെ ഷെയ്ഡ് ബാക്കിയുള്ള നല്ല ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ആഡ് ചെയ്യുന്നതും പിന്നെ ലൈറ്റ് ഏരിയാസ് ലൈറ്റ് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതും പിന്നെ അവസാനം ഹൈലൈറ്റിങ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് നല്ല ലെങ്തി പ്രോസസ്സായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഫുള്ള് നമ്മുടെ ഇമേജിനെ ഫൈനലൈസ് ചെയ്യണം, നമ്മുടെ ആർട്ട് വർക്കിനെ ഫൈനലൈസ് ചെയ്യണം. ഫുള്ള് എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലായിടത്തും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാറ്റി കംപ്ലീറ്റ് ആക്കുന്നൊരു പ്രോസസ്സാണിത്. അതായിരിക്കും ഏറ്റവും ലെങ്ത് ഉള്ള പ്രോസസ്സും. മറ്റേതൊക്കെ നമുക്ക് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഇത് നല്ല ലെങ്ത് ഉള്ള പ്രോസസ്സാണ്. ഈ ഒരു എപ്പിസോഡ് ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു 5 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഈ സ്റ്റെപ്സൊക്കെ നമ്മളിനി വരും വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയിട്ടേക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.